പോടാ വൃത്തി. രാവിലെ തന്നെ ഓരോരുത്തർ നീ നിന്റെ വീട്ടിൽ അച്ഛനെ പോയി വിളി. അച്ഛനെ പോയി. ഞാൻ വരത്തില്ല. ഓരോരുത്തന്മാര് രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. അണ്ണ എന്താണ് പ്രശ്നം? എന്താണ്? ആ ബാബുവിന്റെ വീട്ടില് ദീപാവലിക്ക് ഞാൻ മെഷീനുമായിട്ട് ചെല്ലണമെന്ന്. എന്തോ വർക്ക് ഉണ്ടായിട്ടല്ലേ അണ്ണ വിളിക്കുന്നത്? ചെന്നൂടെ? വർക്കൊന്നുമല്ല, അവൻ ഈ റാഡ് വെച്ചൊരു പൂത്തിരി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അവനെ ഇന്ന് ഞാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പാണോ? അല്ല, ഇത് കല്യാണ ഓഡിറ്റോറിയാ. നീ കാണുന്ന കമ്പിയുടെ കല്യാണമാണിത്. ഇതെല്ലാം കല്യാണം കൂടാൻ വന്ന കമ്പിള്. ഇത് അച്ഛൻ കമ്പി, ഇത് അമ്മ കമ്പി. മതിയാ? എടാ, ഇത്ര കമ്പിള് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇത് വെൽഡിംഗ് വർക്ക്ഷോപ്പാന്ന്? ഞാൻ മീനച്ചിലാറിലുള്ള VN ഗിരി. മീനച്ചാറിലാണ് VN ഗിരി അല്ല, വിനാഗിരി. എത്ര ആൾക്കാർ കൈവച്ചിട്ടും പിടിക്കാൻ പറ്റാത്തൊരു പുള്ളി മുതുകത്തായിരിക്കും ആ പുള്ളി ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ കൈ വെച്ചിട്ടും പിടിക്കാൻ പറ്റാതെ. ഈ കശത്തിനടിയിലോ കൈയുടെ ഇടയിലോ വരികയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പിടിക്കായിരുന്നു. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലല്ലേ? ഇല്ല, ഞാനാണ് VN ഗിരി. എനിക്കങ്ങ് മനസ്സിലായില്ല. ഇത് കണ്ട കിടിലം ബ്രേസ്ലെറ്റ്. ഈ താഴത്ത് ഈ കിടുതാപ്പില്ലായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. ഈ ബ്രേസ്ലെറ്റ് നല്ല വിലക്ക് വിൽക്കായിരുന്നു. എടോ, എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാനാണോ പിടികിട്ടാ പുള്ളി VN ഗിരി? അത് നിങ്ങളായിരുന്നോ? പോലീസുകാർ എനിക്കൊരു വില തന്നിട്ടുണ്ട്. കിലോയ്ക്ക് എത്ര വില? നിങ്ങളുടെ കിലോയ്ക്ക് എത്ര വില? എടാ മൊണ്ണെ, എന്നെ പിടിച്ചു കൊടുത്താ തനിക്ക് നല്ലൊരു തുക പോലീസുകാർ തരുമെന്ന്. പക്ഷെ എന്നെ താൻ സഹായിച്ച അതിന് ഇരട്ടി പൈസ ഞാൻ തനിക്ക് തരും. എനിക്ക് അങ്ങനത്തെ പൈസ ഒന്നും വേണ്ട. ഞാൻ പോലീസിന്റെ സൈഡിലേ നിക്കത്തുള്ളൂ. ഓ അങ്ങനെ. എങ്കിൽ താൻ ഇതിനകത്തൊന്ന് കൈയിട്ടെ. പൊട്ടുന്നൊരു സാധനമുണ്ട്. പൊട്ടുന്ന പൂക്കളും എനിക്കൊന്ന് കാണണമല്ലോ. പിന്നെ ഇതിനകത്ത് കൈയിടാൻ. അതിനകത്ത് ഞാൻ കൈയിടോ? ഇതെന്തുവാ ഇത്? നിന്റെ അച്ഛന്റെ ഉച്ചി ആണോ? അങ്ങനാണെങ്കിൽ എനിക്കിതൊന്ന് തന്നു വിടണം കേട്ടോ. ജയിലിൽ നിന്ന് എന്റെ അമ്മയെ ഒന്ന് ഇറക്കാനോ. എന്തിന്? അച്ഛന്റെ ഈ പറയുന്ന ഉച്ചി അടിച്ചു പൊട്ടിച്ചാൽ അമ്മ ജയിലിൽ കിടക്കുന്നത്. ഇതാകുമ്പോ തെളിവുണ്ടല്ലോ. ചേട്ടാ പൊണ്ണെ, തോക്ക് കണ്ട അറിയത്തില്ലടാ, വെടി പൊട്ടുന്ന സാധനം. മനസ്സിലായി. പക്ഷെ ഇത് വെച്ച് എന്താ ചെയ്യാനാ? ഇത്തിരി മൈദയില് മുക്കിയിട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ തോക്കുവട ഉണ്ടാക്കി കഴിക്കാം. എന്ത് പറയുന്നു? ഞാൻ ഇല്ല, എനിക്ക് BP-യുടെയും പ്രഷറിന്റെ അസുഖം ഉള്ളതുകൊണ്ട്. ഇവരെല്ലാം മൊണ്ണയാണോ? എന്റെ ദൈവമേ, എടാ നീ എന്നെ സഹായിച്ചില്ല. നിന്നെ വെടി വെച്ച് കൊല്ലാൻ വേണ്ടിയാ ഞാൻ ഈ തോക്ക് കൊണ്ടുവന്ന. മനസ്സിലായോ? ഇയാള് കിണയാണോ അതോ കിണയായിട്ട് അഭിനയിക്കുകയാണോ? എന്ത് ഈ സാമാനം ഇപ്പൊ എന്റെ അല്ലേ ഇരിക്കുന്നത്? ഇപ്പൊ ഇതെന്റെ അല്ലേ ഇരിക്കുന്നേ? പഠിച്ചെടുത്ത് കൊച്ചു കള്ളൻ. അല്ലെന്നാ ഞാൻ നിങ്ങൾക്ക് എന്തോ സഹായം ചെയ്തു തരണ്ടേ? താനിതൊന്ന് ഊരിത്തരണം. എന്നിട്ട് വേണം ആരെയും ശ്രദ്ധ പറ്റാതെ എത്രയും പെട്ടെന്ന് എനിക്ക് ജെട്ടിയിലെത്താൻ. ഒന്ന് ഊരിത്താടോ. ഊരിയൊക്കെ തരും. എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. എന്റെ ജോലിയല്ലെന്നുള്ളൂ. പക്ഷെ ജെട്ടി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കത്തേ ഉള്ളൂ. എന്തുവാണ് കാണിക്കുന്നത്? ഇവിടെ ജെട്ടി ഊരുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞേ? പിന്നെ ഇവിടെ ബോട്ട് ജെട്ടിയിൽ എനിക്ക് പോകണം. താൻ എന്റെ വിലങ്ങൊന്ന് അഴിച്ചു തരാൻ. പണ്ടാരവടക ഇത് ഊരിയും പോയല്ലോ. എന്നാ കെട്ടിയിടില്ലെങ്കിൽ എല്ലാരും കാണും കേട്ടോ. താൻ ഇതൊന്ന് ഊരിത്തരാൻ. ഏത് വിലങ്ങൂരാനാ? ബ്ലേഡ് അങ്ങ് മുറിച്ച് തന്നാ പോരെ. എന്തേലും കോപ്പ് കാണിക്കും. പിന്നെ അമ്മനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. VN ഗിരി അല്ലേ? ഞാൻ പ്രശസ്ത ഗുണ്ടയല്ലേ, VN ഗിരി. ഒരു കേസിന്റെ ഭാഗമായിട്ട് ഒരു SI എന്റെ വീട്ടിൽ വന്നെന്നെ ഒരു ഒറ്റ ഇടി. വാശിക്ക് തിരിച്ച് ഞാൻ പുള്ളിയുടെ വീട്ടിൽ കയറി ഒരു ഒറ്റ ഇടി. ഷേന്റെ ആമോ പുകഴ്ത്തുന്ന എനിക്ക് ഇഷ്ടമല്ല. അതല്ല, ഷേന്റെ ആമോ ഇത് നല്ല ഇത് മുറിയുന്നുണ്ടല്ലോ. കിടില സാധനം. ഓഹോ, ഡേ കൂടുതൽ എനിക്ക് ടാക്കല്ലേ. ഇനി നീ എന്റെ അടുത്ത് ഇതുപോലത്തെ വർത്താനം പറഞ്ഞ അതാണ്ട് എന്റെ തോക്കായിരിക്കും നിന്റെ അടുത്ത് സംസാരിക്കുന്നത്. മനസ്സിലാടാ? ചെയ്. ഇനി ഒളിവി കഴിയുമ്പോ ഒറ്റയ്ക്കായിരിക്കുമല്ലോ ഞാൻ ഒരാഴ്ചത്തേക്ക്. ബോറടിയായിരിക്കും. എവിടുന്ന് ബോറടിക്കാൻ? സംസാരിക്കുന്ന ഒരു തോക്കല്ലേ കയ്യിരിക്കുന്ന. മിണ്ടി പറഞ്ഞെങ്കിൽ ഇരി. നിന്റെ വീട്ടിൽ ആരും ഇല്ലല്ലേടാ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക്. അതെങ്ങനെ മനസ്സിലായി? നിന്റെ കൂടെ ആരും നിക്കൂല നിന്റെ സംസാരം കേട്ടപ്പോ. അമ്മ അങ്ങനെ പറയാതെ. എടാ, ഈ ബ്ലേഡ് വെച്ചുണ്ടാക്കിയിട്ടൊന്നും നടക്കുന്നില്ല കാര്യം. നീ ഒരു കാര്യം ചെയ്. ഗ്യാസ് ഉണ്ടോ? അണ്ണ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ തെറ്റിയായിരിക്കും. ഇതിപ്പോ മുറിച്ചാന്റെ ഒച്ച വല്ലോ ആയിരിക്കും. ഗ്യാസ് കട്ടർ ഉണ്ടോ? ഗ്യാസ് കട്ടർ. ഓ, ഗ്യാസ് കട്ടർ. ഇല്ലേ, അതുണ്ടല്ലോ ഇവിടെ. അയ്യോ, അത് വേണ്ട. കൈ പൊള്ളും. വേണ്ട. കൈയൊന്നും പൊള്ളത്തില്ലെന്ന്. പൊള്ളത്തില്ലേ? ഇല്ല. എങ്കിൽ ചെയ്തോ. കൈ പൊള്ളത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പൊള്ളിയല്ലോ. എന്റെ കൈ പൊള്ളത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൈ ഉള്ളു. ആവശ്യക്കാരുടെ ഉള്ളു. എന്തായാലും ചെയ്. എന്നാ പോ.
അണ്ണാ ഒരു മിനിറ്റ്. ഡേ അൽത്താഫേ, രാവിലെ 10 മണിയല്ലേ ആയിട്ടുള്ളൂ, നീ എന്തിനാണ് ഇപ്പോഴേ അൽഫാം ഉണ്ടാക്കാൻ തുടങ്ങിയത്? വൈകിട്ട് അങ്ങ് കച്ചവടം തുടങ്ങിയ പോര്. എടാ മൊണ്ണ അൽഫാം അല്ല, കൈ കരിഞ്ഞതാ. അയ്യോ, കൈ കരിഞ്ഞ ഗുണമായിരുന്നോ? അണ്ണാ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്ത്? കൊതി മൂത്തിട്ട് ഒരു കടിയൊന്ന് കടിച്ചോട്ടെ പ്ലീസ്. ഒരു കടി, ഒരു കടി, ഒരു കടി, ഒരു കടി. എടാ എന്തുവാണ് ചെയ്യുന്നത്? തനിക്ക് മുറിച്ചു തരാൻ പറ്റുമോ? മുറിച്ചുതരാം. ദേ, എന്റെ തോക്ക് സംസാരിക്കും നിന്റെ അടുത്ത്. ചെയ്താടാ മുറിച്ചുതരാം. ചെയ്താടാ. അണ്ണാ നിങ്ങള് എവിടാണ്ടോ ഒളിവില് താമസിക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. നിങ്ങള് എവിടെ പോയി ഒളിക്കാനാ? ആ കാര്യം ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ. പക്ഷെ തന്റെ അടുത്ത് ഞാൻ പറയും. അതെന്നെ അണ്ണൻ എന്നോട് അത്രയ്ക്കും വിശ്വാസമാണ്. വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ ഫ്രണ്ടിലത്തെ പ്രധാനപ്പെട്ട 3 കൗണ്ടർ നീ മറക്കും. അപ്പൊ ഇതും എന്തായാലും നീ മറക്കും, അതിന് യാതൊരു സംശയവുമില്ല. കണ്ടുപിടിച്ചല്ലേ ഇതിന്റെ ഇടയ്ക്കൂടെ. ഒന്ന് മുറിച്ചാടാ. അല്ല എവിടെ പോയി ഒളിക്കുന്നതെന്ന് പറ. നമ്മുടെ തമ്പിച്ചേട്ടന്റെ കടയില്ലേ, അതിന്റെ അടിയിൽ സ്ലാബിന്റെ അടിയിൽ ഒളിച്ചിരിക്കാനാണ് എന്റെ പ്ലാൻ. എന്റെ അമ്മോ, ഇതിപ്പോ പെട്ടെന്ന് മുറിയല്ല. പെട്ടെന്ന് മുറിയത് മിടുക്കൻ, നീ എന്റെ കൂടെ നിൽക്കുന്നോ? സ്ലാബിന്റെ അടിയിൽ നിൽക്കാൻ സ്ഥലമുണ്ടോ? അതല്ല, എന്റെ കൂടെ മോഷ്ടിക്കാൻ നിൽക്കുന്നോന്ന്. യോ പോലീസ്, ഞാൻ പോവാ. എടാ വെൽഡ് ചെയ്ത് വെച്ചോടാ നീ. എന്താ പരിപാടിയാടാ കാണിച്ചേ? നിങ്ങളെ വെൽഡ് ചെയ്ത് വെച്ചാലേ പോലീസ് വന്ന് നിങ്ങളെ പിടിക്കുമ്പോ എനിക്ക് പൈസ കിട്ടത്തുള്ളൂ. എടാ സാമദ്രോഹി, നീ എന്നെ സഹായിക്കാതെ പറഞ്ഞിട്ട്. എവിടുന്ന് സ്വന്തം അച്ഛനെ അമ്മയെ ഞാൻ സഹായിച്ചിട്ടില്ല, പിന്നെ അല്ലേ എവിടെ കിടക്കുന്നു നിങ്ങളെ ഞാൻ സഹായിക്കാൻ പോകും. എടാ പോടാ. സമയം ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. എന്ത്? ഒരു കടി കടിച്ചോട്ടാ പ്ലീസ്.